അതെ അശ്മി, നാളെ വൈകിട്ട് ഇവിടെയാണ് കുടമാറ്റം നടക്കേണ്ടത്. അതായത് തെക്കേ ഗോപുര നടയ്ക്ക് മുൻപിൽ വെച്ചിട്ടാണ് കുടമാറ്റം നടക്കേണ്ടത്. ആ കുടമാറ്റത്തിനുണ്ടാവുന്ന അത്രയും ജനങ്ങൾ ഒരു പക്ഷേ അതിനേക്കാൾ വളരെ കുറച്ചെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു മിനി രൂപമുള്ള ആളുകൾ ഈ ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ തെക്കേ ഗോപുര നടയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുന്നു എന്ന് പറയാം. അത്രത്തോളം ഒരു വലിയ ജനസഞ്ചയം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൂഴിയിട്ടാൽ നിരത്തെത്താത്ത അത്രയും ജനസഞ്ചയം ഇതാ വെയിൽ കൊണ്ട് ആ ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് തൃശ്ശൂർ പൂരം വളരുകയാണെന്ന് പറയാം. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് 36 മണിക്കൂറാണ് തൃശ്ശൂർ പൂരം എന്നുള്ളതാണ്. ഇപ്പോഴത് 36 മണിക്കൂർ മാത്രമല്ല. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ പൂര വിളംബരം ഒരു മിനി ഉത്സവമായി മാറിയിരിക്കുന്നു. ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അതിൻ്റെ ഒരു വരവറിയിക്കുന്ന, അതിൻ്റെ ഒരു എത്രത്തോളം ആവേശമുണ്ടാകും, എത്രത്തോളം ഒരു സന്തോഷത്തോടെ ആയിരിക്കും, എത്രത്തോളം ഒരു പൂത്തുലയൽ നാളെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു കർട്ടൻ റൈസറായി മാറുകയാണ് ഈ പൂരം വിളംബരം. അത് ഒരു പക്ഷേ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള കൊമ്പൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പുറത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ചയോടുകൂടിയാണ് ഒരു പക്ഷേ അത് ഇത്രത്തോളം ഒരു ജനപ്രീതി വർദ്ധിക്കുകയും ഈ പൂര വിളംബര ദിവസം ഇത്രത്തോളം ആളുകൾ ഈ തെക്കേ ഗോപുര നടയുടെ മുൻപിലേക്ക് എത്തുന്നതും തുടങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ നേരത്തെ സംസാരിച്ചവർ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഈ ഒരു നിമിഷം ഏകദേശം ഒരു മിനിറ്റ് മാത്രമായിരിക്കും പരമാവധി ആ ഒരു കാഴ്ച ഉണ്ടാവുക. കാരണം ഈ നെയ്തലക്കാവ് ദേവിയുടെ തിടമ്പുമായി എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വരികയും അങ്ങനെ പൂരത്തിന് വിളംബരം കൊട്ടുകയും ചെയ്യുന്നത് വളരെ കുറച്ച് നിമിഷം മാത്രമായിരിക്കും. പക്ഷേ ആ ഒരു നിമിഷത്തെ കാഴ്ച കാണുന്നതിന് വേണ്ടി കോട്ടയത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അവർ ഇന്ന് ഉച്ചയോടെ മടങ്ങുകയും ചെയ്യും. അത്രത്തോളം ഒരു പ്രസക്തി നേടിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ രാവിലെ മഴയായിരുന്നു, ഇപ്പോൾ ആ വെയിലാണ്. പക്ഷേ ആ വെയിലത്ത് നമ്മൾ കാണുന്ന ആളുകളാണ് ഈ ഒരു വലിയ ഒരു ജനസഞ്ചയം എന്ന് പറയാവുന്നത്. ആ ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടി എല്ലാ കണ്ണുകളും തെക്കേ ഗോപുര നടയിലേക്ക് എന്നുള്ളതാണ്. ആ കാഴ്ചയുടെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി, അഴകുമൊക്കെ ആവാഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ എത്രത്തോളം ഒരു ആവേശം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു മുന്നൊരുക്കം കൂടിയായിട്ട് നമുക്ക് ഇന്നത്തെ ഈ കാഴ്ചകളെ കാണാം. എത്രത്തോളം ഭംഗിയായിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരത്തിന് ഒരു തുടക്കമാകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലായിടത്തും ഒരു ചിട്ടയോടുകൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. എല്ലായിടത്തും എല്ലാവരുടെയും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയൊക്കെ ഒരു കണ്ണെത്തുന്നു എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഓരോ ഘടകപൂരങ്ങളായി വരാൻ തുടങ്ങുകയാണ്. ഘടകപൂരങ്ങൾക്ക് ശേഷം പിന്നീട് മടത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, അത് കഴിഞ്ഞ് കുടമാറ്റം, ഇങ്ങനെ കാഴ്ചയുടെ ഒരു വലിയ ഉത്സവം തന്നെ, അല്ലെങ്കിൽ വാദ്യമേളത്തിന്റെ ഒരു വലിയ ഉത്സവം തന്നെയുണ്ട്. നമുക്ക് അതിനുശേഷമാണ് ആ പൂരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 6 പൂരങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് അതൊരുക്കുന്ന ഒരു ആരവത്തിലേക്ക്, അതൊരുക്കുന്ന ഒരു അരങ്ങിലേക്ക്, അങ്ങ് അരങ്ങൊഴുക്കി അങ്ങനെ താളത്തിന്റെയും മേളത്തിന്റെയുമായ ഒരു അരങ്ങിലേക്കാണ് പാറമേക്കാവും തിരുവമ്പാടിയും അങ്ങോട്ട് ഇറങ്ങുന്നത്. എന്താണ് ഈ പൂരം ഇറങ്ങുകയല്ല, പൂരത്തിലേക്ക് ആൾക്കാർ കയറി വരികയാണെന്ന് കുട്ടിക്കയറുകയാണെന്നാണ് പറയുന്നത്. അതെ അതെ. ഈ ഓരോ പൂരങ്ങളുടെയും ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ചെറു പൂരങ്ങളും ഇങ്ങനെ ഓരോ നദിയായി ഒഴുകി ഒരു കടലിൽ സംഗമിക്കുന്നത് പോലെയാണ് പൂരക്കാഴ്ചകൾ. അപ്പോൾ ഓരോ ദേശത്തുള്ളവർക്കും അവരുടെ പൂരം ഏറ്റവും മനോഹരമാക്കണം. എന്നാൽ അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. മനോഹരമായ ആചാരങ്ങൾ എല്ലാ ദേശക്കാരും, അവർ കല്യാണം കഴിച്ചു പോയവരും വേറെ സ്ഥലങ്ങളിൽ സെറ്റിൽ ആയിട്ടുള്ളവരൊക്കെ അവരുടെ ദേശത്തിന്റെ ആ പൂരം കൊഴുപ്പിക്കാനായിട്ട് അങ്ങനെ എത്തും. അങ്ങനെ ഓരോരോ പൂരങ്ങളായിട്ട് ഇങ്ങനെ വരുന്നു. അത്രയും മനോഹരമായിട്ട് എല്ലാ ദേശക്കാരും. ഈ പൂരത്തിന്റെ കൊടിയേറ്റത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലായിടത്തും മാറി നിന്നിട്ട് പൂജാരിമാർ, തന്ത്രിമാർ, അവരൊക്കെയാണ് കൊടി കയറ്റം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം വഹിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ദേശക്കാർ തന്നെ കൊടിയേറുന്നു. അത് തന്നെ ഒരു പ്രതീകമാണ് അല്ലെ. ഉറപ്പായും എന്ന് പറഞ്ഞാൽ ഓരോ പൂരവും അത് ദേശക്കാർക്ക് പ്രധാന പൂരമാണെങ്കിൽ ഒരു പൂരപ്രേമിക്ക് ഇതെല്ലാം ഓരോ മഹാപൂരങ്ങളാണ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നാൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പൂരം. എവിടെ നിന്നാലും പൂരം, എവിടെ കേട്ടാലും താളം, എവിടെ കേട്ടാലും മേളം, എവിടെ കേട്ടാലും നിറക്കാഴ്ചകൾ. അതിന് വൈകുന്നേരത്തോളം എത്തുമ്പോഴേക്ക് പിന്നെ കുടമാറ്റം വെടിക്കെട്ടിലേക്ക് പോകുന്നു. കുടമാറ്റം വെടിക്കെട്ടൊക്കെ ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂരജ് പറയുന്നത് പോലുള്ള അസാധ്യമായ ചില സർപ്രൈസുകൾ, ടെക്നിക്കുകൾ ഉപയോഗിച്ചുള്ള അസാധ്യമായ ചില സർപ്രൈസുകൾ നാളെ കുടമാറ്റത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട്, ഒരു യഥാർത്ഥ വെടിക്കെട്ടിന്റെ ഫീലിൽ തന്നെ നമ്മൾ കണ്ടു, നമ്മളെല്ലാവരും കണ്ടു, കേട്ടു. ഈ പറയുന്ന സേ നോ ടു ഡ്രഗ്സ് എന്ന് ആകാശത്ത് വിരിയുന്നത് കണ്ടു. അതൊക്കെ സാമ്പിളാണ്. അതിന്റെ 10 മടങ്ങ് പുതിയ ഐഡിയകൾ നാളെ ആകാശത്ത് വിരിയാൻ പോകുന്നു. അങ്ങനെ കണ്ണിന്, കാതിന്, കേൾവിക്ക്, മനസ്സിന്, എല്ലാത്തിനും തൃപ്തി തരുത്തുന്ന ഒരു ഒരുപാട് പൂരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ദേശങ്ങളിലെ ഉത്സവാഘോഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഈ പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത്? അതറിയണമെങ്കിൽ ഈ കാഴ്ചകളിലേക്ക് വരണം.
സൂരജ്, അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് തൃശ്ശൂർ പൂരത്തെ പൂരങ്ങളുടെ പൂരം. നോക്കുകാണ്ട് ഇവിടെ നോക്കൂ, അറ്റം വരെ ആ റോഡിന് അങ്ങ് അറ്റം വരെ ആളാ. പ്രശ്നം എന്താ അറിയോ, ഹാഷ്മിക്ക് നല്ല ഹൈറ്റ് ഉള്ളത് കാണുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട്. അല്ലെ, നമ്മള് എത്തിയാലും കാണാത്ത പുരുഷാരം കാണാൻ. അതെ 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 എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങറ്റം വരെ ആ റോഡിന് അവിടെ ദൂരെ ആളുണ്ട്. ഞാൻ പറഞ്ഞ അതെ, അതാണ് അത്ര വലിയ തിരക്കാണ്. ശരിയോട്ടോ, അത്ര കാണാൻ പറ്റുള്ളൂ. അത്ര വലിയ തിരക്കാണ്. അതായത് ഒരു ആയിരക്കണക്കിന് ആളുകൾ വലിയ, അതായത് പൂര ദിവസം എങ്ങനെയുണ്ടോ അതേ രീതിയിലേക്ക് തെക്കേ ഗോപുരം നട നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ തവണയൊക്കെ പൂരത്തിനുണ്ടായിരുന്ന അതേ ആൾ തന്നെ ഇപ്പോഴും എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി വരുന്ന ദിവസം, നാളെയാണെങ്കിൽ പിന്നെ ഇതാണ് ഇന്നത്തെ തിരക്കെങ്കിൽ നാളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും. അതായത് ഈ മണ്ണ് താഴെ വീഴാത്ത അവസ്ഥയിലുള്ള തിരക്കിലേക്ക് തന്നെ പോകും. എന്തായാലും കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഈ തെക്കേ ഗോപുരം നട തുറന്ന് കോമ്പൻ എറണാകുളം ശിവകുമാർ ഈ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചും പൂരപ്രേമികളെ സംബന്ധിച്ചും എല്ലാം അതൊരു വികാരമാണ്. ഹാഷ്മി സൂരജിന് വിചാരം ചെയ്തോണ്ടിരിക്കുകയാണ്. അതല്ല, ഇപ്പോ അകത്തേക്ക് പ്രവേശിക്കായല്ലോ. ഇനിയിപ്പോ പാണ്ടി 1 മണിക്കൂർ നീളും. അതാണ് അതിന്റെ പ്രശ്നം. 11:55 പാണ്ടി തുടങ്ങിയത്. 1 മണിക്കൂർ തികച്ചും വേണം. തികച്ചും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നിലൂടെയാണല്ലോ വരിക. വന്ന് ഇവിടെ തുറന്നാൽ ഇനിയുള്ള ഒരു പ്രതിസന്ധി വീണ്ടും ഇതിന്റെ ഇടയിലൂടെ തന്നെ നിലപാട് തറയിലേക്ക് പോകണം. അപ്പോൾ ഒരു 12:15 നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 12:15 അതെ അതെ. സാധാരണ ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു വരാറ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ ചെരുപ്പൂരിട്ട് കടന്നു വന്നിട്ട് കാലിന്റെ അടി പൂർണ്ണമായിട്ട് പൊള്ളി. അതുകൊണ്ടല്ല, ഇവിടെ നിന്നില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്തു കൂടി വരുന്നതിന്റെ ഒരു തിരക്ക് കൂടി നിയന്ത്രിക്കേണ്ടി വരും. അപ്പൊ പരമാവധി ആളുകളെ ഇവിടെ തന്നെ നിർത്തി കാണിക്കുക. ഇപ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തെ റോഡിൽ നിൽക്കുന്ന പോയിന്റിൽ പോലും ഇത് കാണാൻ പറ്റും. വളരെ നമുക്ക് കാണുന്നതിനേക്കാൾ നന്നായി കാണാൻ പറ്റും. കാരണം ഇവിടെ വന്ന് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് ഒരു അഭിവാദ്യം ചെയ്യുന്നതോടുകൂടി അവിടെ നിൽക്കുന്ന പുരുഷാരത്തിന് പോലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതാണ് ഈ തെക്കേ ഗോപുരനടയുടെ ഒരു പൊതു പ്രത്യേകത. നാളെ ഇപ്പോൾ തെക്കോട്ടിറക്കം നടക്കുമ്പോഴും ഉള്ളൊരു പ്രത്യേകത, ഇപ്പൊ നമ്മൾ കാണുന്ന ആ റോഡിനോട് ചേർന്ന സ്ഥലത്താണല്ലോ പാറമേക്കാവ് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ ഇവിടെ നിന്ന് 15 ആനകളുമായിട്ട് അങ്ങോട്ട് പോയി 7 ആനകൾ നേരെ പോയി പോസ്റ്റ് ഓഫീസിന്റെ ശക്തൻ തമ്പുരാൻ പ്രതിമയെ വലം വെച്ച് ഇങ്ങോട്ട് വരും. പണ്ടൊരു ഐതിഹ്യമുള്ളത് പഴയന്നൂർ ഭഗവതിയുടെ കേന്ദ്രമായിരുന്നു പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന സ്ഥലം എന്നാണ്. അപ്പൊ അവിടെ പോയി തിരിഞ്ഞു വന്ന് 15 ആന ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇറങ്ങി ഈ നിരത്തിൽ 15 ആന അങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ കാണുന്ന ആളുകൾക്ക് മുഴുവൻ രണ്ടും വിസിബിളാണ്. ഇവിടെ ഉയർത്തുന്ന കൊടയും അവിടെ ഉയർത്തുന്ന കൊടയും ഒരേ സമയം വിസിബിളാണ്. ഇത്തവണ കൊടയുടെ എണ്ണം കൂടില്ല. സംഘാടകൻ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് പറയായിരുന്നു. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരാൻ പോകുന്ന മണിക്കൂറുകൾ അതിവിസ്മയത്തിന്റെ മണിക്കൂറുകളാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ പൂരവിളംബരം തുടങ്ങാൻ പോകുന്നു. അപ്പോഴേക്ക് നമുക്ക് തിരികെ എത്താം.